വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഹിമാചലിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3500 പരം വാർഡുകളിൽ 2600 പരം വാർഡുകളിലും കോൺഗ്രസ് പിന്തുണയോട് കൂടിയുള്ളവർ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവരെല്ലാം ജയിച്ചു വരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, പേപ്പർ ബാലറ്റ് സംവിധാനം കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപൃതമാക്കുമ്പോൾ അവിടെയൊന്നും BJPക്ക് പച്ച തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തെലങ്കാനയിലും സമാനമായിട്ടുള്ള രാഷ്ട്രീയഗതി തന്നെയാണ് സംഭവിച്ചത്. അതായത് പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ ഈ രാജ്യത്ത് കൊണ്ടുവന്നാൽ ഉത്തരേന്ത്യൻ മേഖലയിൽ പോലും BJPക്ക് ഒരു രീതിയിലും ക്ലച്ച് പിടിക്കാൻ കഴിയാത്ത രീതിയാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുകയാണ്. ഹിമാചൽ പ്രദേശ് ഉത്തരേന്ത്യൻ മേഖലയിലുള്ളതാണ്. ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശുമൊക്കെ കോൺഗ്രസിന് വേരുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ ദേവസ്ഥാനവും വർഗീയതയുമൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ അവിടെ ഇപ്പോഴും പുഷ്കർ സിംഗ് ധാമി ഇരുപ്പുറപ്പിച്ചിരിക്കുമ്പോൾ അത് തൂത്തു തുടച്ചു കളയാൻ അവിടുത്തെ ജനങ്ങൾ വിചാരിച്ചാൽ കഴിയുമെന്ന കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം കൂടി വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. അതായത് ഹിമാചലിൽ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2027 നടക്കുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ്. കഴിഞ്ഞ തവണ ഗുജറാത്തിൽ കോൺഗ്രസ് വെണ്ണീറായി എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച BJPയുടെ ബി ടീമായ ആം ആദ്മിയും ഹിമാചലിൽ മാത്രം BJP അടിതെറ്റിയപ്പോൾ ആകെ ഒന്ന് അമ്പരന്നു. ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് പ്രാധാന്യമേറിയതാണ്. കാരണം ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്താൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഭേദഗതികളിലൊക്കെ നിർണായകമായ നീക്കം നടത്താൻ കഴിയുമെന്ന് ഏറെ നന്നായി അറിയുന്ന ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ സുഖ്ബീന്ദർ സിംഗ് സുഖുവിൻ്റെ നേതൃത്വത്തിലുള്ള ഹിമാചലിലെ കോൺഗ്രസ് ഭരണത്തിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പഞ്ചാബിലെ ഏതാനും ചില മേഖലകളിൽ കോൺഗ്രസ് ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റുകളെല്ലാം തിരിച്ചുപിടിക്കുന്ന കാഴ്ച ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിലുള്ള ലീഡ് നിലയിൽ നോക്കുമ്പോൾ ആം ആദ്മിക്ക് മുൻതൂക്കമുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസ് ഒരു രീതിയിലും പിടിവിടുന്നില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തിയുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് തന്നെ ധാരാളം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13-ൽ 6 സീറ്റുകളിലും വിജയിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് ചെറിയൊരു സന്ദേശമൊന്നുമല്ല കൊടുക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലൊരു ഇഫക്റ്റ് ഉണ്ടായാൽ പഞ്ചാബിൽ ഒരു പക്ഷേ തൂക്കുസഭ ഉണ്ടാക്കാനും സാധ്യതയേറുകയാണ്.